പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ബോണക്കാട്ടിലേക്കാണ് കേട്ടോ. ബോണക്കാട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പ്ലാന്റേഷൻ ഗ്രാമമാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1850 കാലഘട്ടങ്ങളിലാണ് കാടൊക്കെ വെട്ടിത്തെളിച്ച് ബ്രിട്ടീഷുകാർ ഈ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തേയില എസ്റ്റേറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ബോണക്കാട്, അതായത് ബോൺ അക്കോഡ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പേരെന്ന് പറയുന്നത്. അതായത് ബോൺ അക്കോഡ് എന്ന് പറയുന്ന ഈ ഒരു പദം എന്ന് പറയുന്നത് നല്ലൊരു എഗ്രിമെൻറ്റ് എന്നുള്ളതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബോണക്കാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബംഗ്ലാവുണ്ട്. 25 GB അല്ലെങ്കിൽ 25 GB ബംഗ്ലാവ്, പ്രേത ബംഗ്ലാവ് എന്നൊക്കെ പറയുന്നൊരു ബംഗ്ലാവും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം. ബോണക്കാട് ബംഗ്ലാവ് എന്ന് പറയുമ്പം ഒരുപാട് ഭീതിപ്പെടുത്തുന്ന കഥകളും ഒരുപാട് ഭീതിപ്പെടുത്തുന്ന വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോണക്കാട് എന്ന് പറയുന്ന ബംഗ്ലാവിൽ പ്രേതമുണ്ട്, അങ്ങനെ പ്രേതങ്ങൾ ഭീതിപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ അത്തരത്തിലൊക്കെ ഒരുപാട് കെട്ടുകഥകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ചുണ്ട്. അപ്പോൾ ശരിക്കും പലരും ഈ ഒരു ചരിത്രത്തിൽ പറയുന്നത് ഈ ബോണക്കാട് ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും അങ്ങനെ അതിനുശേഷം ആ ഒരു കുട്ടിയുടെ ആത്മാവാണ് അവിടെ നിന്നിട്ട് ഭീതിപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഗൂഗിളിലടക്കം സെർച്ച് ചെയ്യുമ്പോൾ കാണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബോണക്കാട് ഗ്രാമവും അതുപോലെ ബോണക്കാട് പ്രേത ബംഗ്ലാവും ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഈ ബംഗ്ലാവിനെ കുറിച്ചിട്ടുള്ള കഥകളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വലിയകാല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണിത്തടം ചെക്ക് പോസ്റ്റിലെത്തണം. കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററോളം കൊടും വനത്തിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു എസ്റ്റേറ്റ് ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത്ത് പൊത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു ബോണക്കാടൻ ഗ്രാമക്കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഈ ഒരു യാത്ര ആരംഭിച്ചത് നമ്മുടെ വലിയകാല എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് വലിയകാല സെറ്റിൽമെൻറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം കാണിത്തടം ചെക്ക് പോസ്റ്റിലേക്ക് ഒരു 3 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമാണ് കാണിത്തടം ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നത്. കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററാണ് എസ്റ്റേറ്റ് ഗ്രാമമായ ബോണക്കാടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കാണിത്തടത്തേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. 2 സൈഡിലും നല്ല അൽക്കേശി കൂപ്പാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുൻപിൽ പോകുമ്പോഴാണ് നമ്മുടെ ഐസർ എന്ന് പറയുന്നത് കേട്ടോ. വലിയകാലയിൽ നിന്നും ഞാൻ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കാണിത്തടം ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നിന്ന് വണ്ടി നമ്പരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബോണക്കാടേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ബോണക്കാട്, അതായത് കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലം വരെ ഏകദേശം ഒരു 12 കിലോമീറ്റർ കൊടും വനത്തിലൂടെയുള്ള യാത്രയാണ്. ഒറ്റ മനുഷ്യനില്ല, അതുപോലെ തന്നെ ഒറ്റ വീടുകളില്ല. ഇനി ഈ ഒരു ബോണക്കാട് എസ്റ്റേറ്റ് ഗ്രാമത്തിൽ ചെന്നാൽ മാത്രമാണ് നിരവധി വീടുകളും കുറേയധികം തൊഴിലാളികളും അവരുടെ ലയങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമ്മൾ പോകുന്ന വഴികളും അതുപോലെ അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയുള്ള യാത്രയാണ്, ഉൾക്കാടുകളിലൂടെയുള്ള യാത്രയാണ്. എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന റോഡായതുകൊണ്ട് തന്നെ ഇത് കോൺക്രീറ്റ് അല്ല, നല്ല ടാറിങ് ആണ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്നും ബോണക്കാടേക്ക് യാത്ര ചെയ്യാം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1850 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ബോണക്കാട് എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നത്. കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് ഈ ബോണക്കാട് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഗ്രാമം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കാടുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത്രയും കൊടും വനത്തിൽ ബ്രിട്ടീഷുകാർ അതിക്രമിച്ച് തന്നെയാണ് കാടിനുള്ളിൽ കയറിയതും കാടൊക്കെ വെട്ടിത്തെളിച്ച് തന്നെയാണ് അത്തരത്തിലൊരു എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതും കേട്ടോ. ഈ ബോണക്കാട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ബോണക്കാട് എന്നാണെന്ന് പറയപ്പെടുന്നത്. ശരിക്കുമുള്ള വാക്കെന്ന് പറയുന്നത് ബോൺ അക്കോഡ്. ഇതൊരു ഫ്രഞ്ച് പദമാണ്. ഈ ഒരു ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബോൺ അക്കോഡ് എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നല്ലൊരു എഗ്രിമെൻറ്റ് എന്നാണ് കേട്ടോ. ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തുണ്ടായ സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ബോണക്കാട് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഈ ബോണക്കാട് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പം പോകുന്ന വഴികളിലൊന്നും ഇലക്ട്രിസിറ്റിയൊന്നും കാണാൻ സാധിക്കത്തില്ല. എന്നിരുന്നാൽ കുറച്ച് മുൻപിൽ ചെല്ലുമ്പോൾ വലിയ കുത്ത് കയറ്റങ്ങളൊക്കെ കയറിയാണ്
KSEBിയുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ബോണക്കാടേക്ക് ശരിക്കും പറഞ്ഞാൽ ബൈക്കിലൊന്നും അങ്ങനെ ആരെയും കടത്തി വിടത്തില്ല. ഞാൻ ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ട്രക്കിങ്ങിൻ്റെ ഗൈഡൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ ഇവിടെ കടത്തി വിടും. അല്ലാതെ ആരെങ്കിലും ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റോട്ടിലൂടെ അങ്ങനെ കടത്തി വിടത്തില്ല. KSRTC ബസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാടൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ബോണക്കാട് ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഒരു കാലത്ത് ഏകദേശം 400-ലധികം കുടുംബങ്ങളായിട്ട് വന്ന് താമസിച്ച് ഈ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന നിരവധി ആൾക്കാരും അവരുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നൊരു എസ്റ്റേറ്റാണ് ഈ ബോണക്കാടെന്ന് പറയുന്നത്. ഏകദേശം 1000 ഏക്കറിലധികമാണ് ഈ ഒരു എസ്റ്റേറ്റ് വ്യാപിച്ച് കിടക്കുന്നത്. എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിൽ പല വിഭാഗം ജോലികൾ ചെയ്തിരുന്ന, പല വിധത്തിൽ ജോലി ചെയ്തിരുന്ന ഒരുപാടധികം തൊഴിലാളികളും അവരുടെ ലയങ്ങളൊക്കെ ഇന്നും ബോണക്കാടുണ്ട്. എന്നിരുന്നാൽ ഇന്ന് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും എസ്റ്റേറ്റൊക്കെ അടഞ്ഞു പോയിട്ട് ഏകദേശം ഒരു 30-35 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ ഒരു സ്ഥലം ഉണ്ടായതെന്ന്. അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് എഴുതി മേടിക്കുന്നത് നാരായണൻ കപൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എഗ്രിമെൻറ്റ് മുഖാന്തരം ഈ ഒരു പ്ലാന്റേഷൻ ഏറ്റെടുക്കുന്നത് മഹാവീർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അങ്ങനെ മഹാവീർ പ്ലാന്റേഷൻ്റെ കീഴിലാണ് ഇവിടെ ഒരുപാടധികം തൊഴിലാളികൾ വരികയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം തൊഴിലാളികൾക്ക് കൂലിയില്ല, അപ്പം ഒരുപാടധികം കുടിശ്ശികകൾ കൊടുക്കാനുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ സമരങ്ങളൊക്കെ ആയിരുന്നു, യൂണിയൻ തർക്കങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ നിരന്തര സമരങ്ങളൊക്കെ ആയതോടുകൂടിയാണ് ബോണക്കാട് എസ്റ്റേറ്റ് പൂട്ടിപ്പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ബോണക്കാട് എസ്റ്റേറ്റിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഇവർക്ക് കുടിശ്ശികളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്നും അവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഇന്ന് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഗൈഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ അവിടുത്തെ അമ്മമാരൊക്കെ തൊഴിലുറപ്പ് തൊഴിലിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് അവരൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ നടത്തുന്നത്. അവർ തേയില ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തേയില നുള്ളുകയും അതുപോലെ തേയിലയ്ക്ക് വെള്ളമടിക്കുകയും അതുപോലെ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രവർത്തികൾ ചെയ്ത് ജോലി ചെയ്ത് പോയവരാണ്. ഇപ്പോൾ എസ്റ്റേറ്റ് അടഞ്ഞപ്പോൾ അവരുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം എസ്റ്റേറ്റിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കുറച്ച് മുൻപിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മളിതാ ബോണക്കാടേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ അഗസ്ത്യമന മേഖല ഒക്കെയാണ് കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണുന്നത്. അപ്പോൾ കുറച്ച് വേനൽ മഴയൊക്കെ പെയ്തതിന് ശേഷം നമ്മുടെ കാടുകളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ തിളിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽസിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇവിടെ നിന്ന് ഈ മുന്നിൽ കിടക്കുന്ന വഴിയിലൂടെ ഇനി ഏകദേശം ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ബോണക്കാട് എന്ന് പറയുന്ന ആ ഒരു എസ്റ്റേറ്റ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സംസാരിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ വണ്ടിയൊക്കെ ഒരു സൈഡിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ഈ ഒരു വഴുക്കമ്പാറ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് എന്തായാലും തിരിച്ച് ബോണക്കാടേക്കുള്ള യാത്ര തുടങ്ങാം. അങ്ങനെ KSRTC ബസ് പോയി നമ്മളിപ്പം വഴുക്കമ്പാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ബിംബങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അഗസ്ത്യാർകൂടം കാണാൻ പറ്റും. അതുപോലെ തന്നെ വഴുക്കമ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വർഷത്തിലൊരു ദിവസമൊക്കെ ഇവിടെ പൂജയും അതുപോലെ പൊങ്കാലയും അത്തരത്തിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ആയി കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലേ അറിയാം. അഗസ്ത്യാർകൂടത്തിൻ്റെ നമ്മളൊരു പിപ്പ് ഫയലായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കൊടുത്തേക്കാം. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ബോണക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന വഴുക്കൻപാറ എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ബോണക്കാടേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് നടന്ന് സഞ്ചരിക്കാനുള്ളത് ബോണക്കാടേക്ക്. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയും അതുപോലെ മനസ്സിനൊക്കെ പ്രത്യേക ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്താലോ. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ല പച്ചപ്പ് കേട്ടോ, മരങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നത് കാണാൻ എന്തോരം ഭംഗിയെന്നറിയാവോ. നമ്മളിത് ശരിക്കും വിഷ്വൽസിലൂടെ കാണുമ്പോഴല്ല, നമ്മൾ ശരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരിട്ട് ആസ്വദിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ളൊരു ആസ്വാദനം മനസ്സിലാവുന്നത് കേട്ടോ. നമ്മൾ ഈ ബോണക്കാടേക്ക് പോകുന്നത് ഇന്ന് പ്രധാനമായിട്ടും ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബോണക്കാട്
പ്രേത ബംഗ്ലാവ് നിങ്ങളൊന്ന് കാണിച്ചു തരണം. അതായത് ഒരുപാട് ഭീതിപ്പെടുത്തുന്നുണ്ട്, അതുപോലെ ഭീതിപ്പെടുത്തുന്ന കഥകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ നിരവധി വീഡിയോസ് കിടക്കുന്നുണ്ട് ഈ ഒരു ബോണക്കാട്ടെ GB ബംഗ്ലാവിനെ കുറിച്ച്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മളിപ്പം ഗൂഗിളിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്, അവിടെ ഈ എസ്റ്റേറ്റ് മാനേജറുടെ ഒരു മകളുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മകള് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ മകളുടെ ആത്മാവ് നിന്നാണ് ഒരുപാട് ഭീതിപ്പെടുത്തുന്നതും ഒക്കെയാണ് നമുക്ക് ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ അതിനെ പറ്റിയിട്ട് ഈ പ്രേത ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും. ആദ്യം ഞാൻ എന്തായാലും ബോണക്കാട് എസ്റ്റേറ്റിൽ എത്തട്ടെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ GB ബംഗ്ലാവിലേക്ക് പോകുന്നത്. പിന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ എന്ന് പറയുന്നത് കാട്ടാന ഏത് സമയത്തും ഇറങ്ങിപ്പോകാവുന്ന വഴിയാണ്. കാണിത്തടം ചെക്ക് പോസ്റ്റ് വരെയാണ് ആൾതാമസം ഉള്ളത്. അത് കഴിഞ്ഞ് 12 കിലോമീറ്റർ ആൾതാമസമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ആനത്താരകളാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ വണ്ടിയിലല്ലാതെ ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ളൊരു വഴിയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലൊക്കെ പോകുന്ന അതേ തരത്തിലുള്ളൊരു വഴിയാണ്. പ്രധാനമായിട്ടും കാട്ടാനയാണ് ഈ വഴിയിലൊക്കെ കാണുന്നത്. ഒരു കാട്ടാന പെട്ടെന്ന് വന്നിരുന്നാൽ തന്നെ നമുക്ക് ഒളിക്കാനൊന്നും പെട്ടെന്ന് സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാം നിരപ്പാർന്നിട്ടുള്ള പ്രദേശമാണ്. നമ്മൾ എവിടെ പോയാലും കാട്ടാന നമ്മളുടെ കൂടെ വരും. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ഈ ബോണക്കാട് റൂട്ടെന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ബ്രിട്ടീഷുകാർ പണ്ട് അവരുടെ എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ട വഴിയാണ്. പിന്നീട് നമ്മുടെ കേരള സർക്കാർ തന്നെയാണ് ഇതിനെ എടുത്ത് PWD റോഡാക്കിയിട്ട് ഇതെല്ലാം അടിപൊളിയാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിരവധി പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. ഈ കാണുന്ന വഴികളിലും ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിരവധി ആൾക്കാരിങ്ങനെ കൊന്നിട്ടൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജഡങ്ങളൊക്കെ ഈ റൂട്ടിൽ നിന്നും അതുപോലെ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് നിരവധി ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല കേട്ടോ. വഴുക്കൻ പാറയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ചപ്പും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ ഈ നിൽക്കുന്നത് ഈ ബോണക്കാട് ഗ്രാമത്തിലേക്ക് കറണ്ടൊക്കെ കൊണ്ടുപോകുന്ന KCBയുടെ കേബിളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോണക്കാട്ടെ BSNLൻ്റെ മൊബൈൽ ടവർ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബോണക്കാട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു ടൗണിൻ്റെ അവിടുത്തെ കുഞ്ഞ് കാട്ടിനുള്ളിൽ ഒരു കുഞ്ഞ് ടൗൺ പോലത്തെ സ്ഥലവും പിന്നെ ഇവിടുത്തെ തേയില എസ്റ്റേറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബോണക്കാട്ടെ പ്രേത ബംഗ്ലാവ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറേ അങ്ങ് ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വരെ നമുക്ക് എത്തണം. അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ മനോഹരമായിട്ട് കാണിച്ചു തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. അപ്പോൾ നിരവധി കുടുംബങ്ങൾ ഇന്നും താമസിക്കുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ പള്ളിയിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് എത്രത്തോളം അറിയും എന്ന്, എൻ്റെ സൗണ്ട് എത്രത്തോളം പുറത്തേക്ക് വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമുക്ക് ബോണക്കാടേക്ക് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട്. അങ്ങനെ എസ്റ്റേറ്റിൻ്റെ തൊട്ടു പിറകിൽ നിന്നും എൻ്റെ യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ നിരവധി പശുക്കളൊക്കെ ഈ റോഡിലൂടെയൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇവരുടെ ലയങ്ങളിലൊക്കെയുള്ള പശുക്കളെല്ലാം ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കും. അത് രാവിലെ പോയി ഇങ്ങനെ തീറ്റയൊക്കെ തിന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പം തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലും. അതിൻ്റെ ചാണകങ്ങളൊക്കെയാണ് കേട്ടോ ഈ റോഡിൽ ഇങ്ങനെ കാണുന്നത്. നമ്മൾ വണ്ടി നോക്കി ഓടിച്ചില്ലെങ്കിൽ പശു നമ്മളെ ചവിട്ടിയിടും. അത്തരത്തിലെല്ലാം ഇങ്ങനെ റോഡിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഈ റോഡിൻ്റെ വലത്തേ വശങ്ങളൊക്കെ തേയിലകളാണ്. എല്ലാം മരമായിട്ട് കിടക്കുന്നുണ്ട്. ഇടത്തേ സൈഡിലും തേയിലകളാണ്. എല്ലാം അത്യാവശ്യം വലിയ വലിയ മരങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊരു ചുരമാണ് കേട്ടോ ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്ന ഈ റോഡെന്ന് പറയുന്നത്. അങ്ങനെ ആ ചുരം കയറി വന്ന ഒരു നിരപ്പാർന്നൊരു പ്രദേശമാണ് ഈ ഒരു എസ്റ്റേറ്റ് ഉള്ളത്. അങ്ങ് മുൻപിൽ പൊങ്ങിക്കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്മുഞ്ചി മോട്ട എന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെ ബോണക്കാട് എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഇതെല്ലാം തൊഴിലാളികളുടെ ലയങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടോ, അടിപൊളി ഒരു സ്ഥലമാണ് ബോണക്കാട് എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ ഒരു സ്ഥലമുണ്ട് ബോണക്കാട് സ്കൂള്. അതുവരെ KSRTC ബസ് സർവീസ് ഉണ്ട്. അപ്പം തൊട്ട് താഴെയാണ് ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. മുൻപൊരു ദിവസം ഞാൻ വീഡിയോസ് പോയി എടുത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ബോണക്കാട് ഇതൊരു ക്ഷേത്രമാണ്. ബോണക്കാടുള്ള ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ ബോണക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അമ്മൂമ്മമാരും ഇവിടെ കൂടുതലും പ്രായമായിട്ടുള്ളവരാണ് ഉള്ളത്.
അപ്പോൾ അവരെല്ലാം ഇവിടെ തൊഴിലുറപ്പ് പണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് പിറകിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ ഒരു ചുരം കയറി ഇങ്ങനെ മുകളിലോട്ട് പോകണം. മുകളിൽ ഒരുപാട് ഇങ്ങനെ വീടുകളുണ്ട്. അതാണ് ബോണക്കാട് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദാ ഇവിടെയും ഒരു പള്ളി കാണാൻ പറ്റും നമുക്ക് വലത്തെ സൈഡിൽ. അപ്പോൾ സ്കൂളിൻ്റെ അതുവരെ നല്ല റോഡൊന്നുമല്ല. ചില സ്ഥലത്ത് ടാറിങ്ങൊക്കെ ഉണ്ട്, ചില സ്ഥലത്ത് കോൺക്രീറ്റ് ഉണ്ട്, പിന്നെ ചില സ്ഥലത്ത് ദാണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് ബോണക്കാടുള്ള റേഷൻ കട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ലയങ്ങളിൽ താമസിക്കുന്നുള്ളവർക്കുള്ള റേഷനെല്ലാം ഇവിടെയാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ആ മൊബൈൽ ടവർ കാണുന്നതിൻ്റെ അവിടെയാണ് ബോണക്കാട് സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ ഇങ്ങനെ അടച്ച് വിജനമായിട്ട് കിടക്കുകയാണ്. എന്നിരുന്നാലും വോട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഈ വോട്ടിങ്ങിൻ്റെ പോളിംഗ് സ്റ്റേഷനൊക്കെ ആയിട്ടാണ് ബോണക്കാട് സ്കൂള് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ദൂരമൊക്കെ നല്ല റോഡുണ്ട്. എന്നിരുന്നാലും നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡൊക്കെ വളരെ മോശപ്പെട്ട് കിടക്കുകയാണ്. ഈ രണ്ട് സൈഡിലും മൊത്തം കിടക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ തേയിലകളാണ്. പിന്നെ സിൽവർക്ക് മരം, അങ്ങനെ നിരവധി മരങ്ങളും ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. തേയില എസ്റ്റേറ്റ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു മിനി മൂന്നാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഭംഗിയായിരിക്കും. ഈ രണ്ട് സൈഡിലും ഏകദേശം 1000 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നത് വെറും തേയിലയാണ്. എല്ലാം ഇപ്പം കാട് മൂടി കിടക്കുകയാണ്. അങ്ങനെ ബോണക്കാട് ജംഗ്ഷനിൽ നിന്നും നമ്മളിതാ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നിന്നും ഒരുപാട് മലനിരകളുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെ പള്ളിയുടെ പരിപാടിയൊക്കെ ആയപ്പോഴേ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കുന്നത് അത്രയ്ക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതാ ഇങ്ങ് മുകളിൽ കയറി വന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ബോണക്കാട്ടിലുള്ള നമ്മുടെ ഒരു സ്കൂളുള്ളത്. ഞാൻ അതെന്തായാലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമായിട്ടുള്ള നല്ല മലനിരകളും അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന പ്രകൃതിയും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നിൽക്കുന്നതാണ് ഇവിടുത്തെ BSNLൻ്റെ മൊബൈൽ ടവർ എന്ന് പറയുന്നത്. BSNL സാറ്റുറേഷൻ പ്രോജക്റ്റ് വഴി ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ടവറാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലാണ് ബോണക്കാട്ടെ സ്കൂളിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് കേട്ടോ ബോണക്കാട്ടിലെ സ്കൂളെന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളൊന്നും പഠിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതായത് കണ്ടോ സ്കൂളൊക്കെ അടഞ്ഞ് കിടക്കുകയാണ് ബോണക്കാട് സ്കൂള്. അപ്പോൾ അതിന് ചുറ്റും എല്ലാം കാടും പിടിച്ചൊക്കെ തന്നെ കിടക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുന്നതുകൊണ്ട് പോളിംഗ് സ്റ്റേഷനായിട്ട് ഈ ഒരു സ്കൂളിനെ മാറ്റിയെടുക്കും. അപ്പം ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഒരു സ്കൂള് തുറക്കുന്നത് കേട്ടോ. അതിന് ചുറ്റിലും നല്ല അടിപൊളി മാവൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ഒരു സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവർ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നടന്നതിന് ശേഷം നമ്മളിവിടെ നിന്ന് പോകുന്നത് ബോണക്കാട്ടെ പ്രേത ബംഗ്ലാവിലേക്കാണ്. അപ്പോൾ അത് കുറച്ചങ്ങ് മുകളിലാണ് കേട്ടോ. തൊട്ട് താഴെ ബോണക്കാട് ഗ്രാമമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ ടോപ്പ് സ്റ്റേഷനാണ് ബോണക്കാട് ടോപ്പ് സ്റ്റേഷനിലാണ് ഒരുപാടധികം കുടുംബങ്ങളുള്ളത്. അതോടൊപ്പം തൊട്ട് താഴെയുണ്ട്. പിന്നെ അങ്ങനെ ഒരു 3-4 ഇതുണ്ട്, ലയങ്ങളുണ്ട്. അപ്പോൾ ബോണക്കാട് ടോപ്പ് സ്റ്റേഷനാണ് അങ്ങ് ടോപ്പിൽ കാണുന്നത്. ഏകദേശം ഒരു 1000-ഓളം ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമായിരുന്നു. അപ്പോൾ കമ്പനി ഇങ്ങനെ പൈസയൊന്നും കൊടുക്കാതെ, തൊഴിലാളികൾക്ക് പൈസയൊന്നും കൊടുക്കാതെ ആയപ്പോഴേ അങ്ങനെ കമ്പനി പൂട്ടി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി നേരെ ബോണക്കാട്ടെ ആ ഒരു ബംഗ്ലാവിലേക്ക് പോയാലോ. നമ്മൾ കണ്ട ഈ ഒരു ബോണക്കാട് സ്കൂളുണ്ടല്ലോ, ഈ ഒരു സ്കൂളിൻ്റെ അവിടെ നിന്നും കുറച്ച് മുകളിൽ വരുമ്പോഴാണ് ബോണക്കാട് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോണക്കാട് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെയാണ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ ലയങ്ങളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോഡുകളൊക്കെ കോൺക്രീറ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ട്. അപ്പം ഭൂരിഭാഗവും ഇവിടെ കിടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളായിട്ട് ഇവിടെ വന്നവരാണ്. ഈ ഒരു എസ്റ്റേറ്റിൽ ജോലിക്ക് വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി എന്നൊക്കെ പറയുന്നത് മാരിയമ്മൻ കോവിലുകളും പിന്നെ പള്ളികളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു എസ്റ്റേറ്റ് ഗ്രാമത്തിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ കറണ്ട് കണക്ഷനൊക്കെ തീർന്നു. ഇനി ഇങ്ങോട്ട് വീടുകളില്ല. അപ്പോൾ ഈ വരുന്നത് ഫോറസ്റ്റുകാരാണ്. അപ്പം ഞാനിനി പ്രേത ബംഗ്ലാവിലേക്ക് ഒറ്റയ്ക്കാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ആ വണ്ടിയിൽ വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുന്നതൊക്കെ കൊള്ളാം, ഇവിടെ കടുവയും അതുപോലെ പുലിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ എന്തായാലും സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം ഈ കൊടും കാട്ടിനുള്ളിലൂടെ, ശരിക്കും ഇതൊരു എസ്റ്റേറ്റ് ആണ്, എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ഇടത്തെ സൈഡ് മാത്രമാണ് ഈ എസ്റ്റേറ്റിലെ ഈ തേയിലകളൊക്കെ ഉള്ളത്. വലത്തെ സൈഡ് എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ കടുവയും കരടിയും അതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നിരവധി ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ബംഗ്ലാവ് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ പ്രേത ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ നിരവധി കാണുന്ന ഒരു ബംഗ്ലാവാണ് ഈ 25 GB ബംഗ്ലാവ് ബോണക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ബോണക്കാട് സ്കൂളിൻ്റെ അവിടെ നിന്നും ഏകദേശം അത്യാവശ്യം ദൂരമുണ്ട് നമുക്കിവിടെ എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ടത്തെ റോഡുകളെന്നൊക്കെ എന്ന് പറയുന്നത് വളരെ കട്ടർ പിടിച്ച റോഡുകളൊക്കെയാണ്. മുമ്പൊരു ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ടൊരു തൃപ്തി വന്നില്ല. പിന്നെയും കൂടെ ഞാനിങ്ങോട്ട് വന്നത്. അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ബോണക്കാട് ഉള്ളത് തന്നെ വർഷങ്ങളോളം ഇവിടെ താമസിക്കുന്ന നിരവധി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രേത ബംഗ്ലാവിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം കെട്ടുകഥകളാണ്, ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന്. അതായത് ഈ ചരിത്രങ്ങളിലും അതുപോലെ ഗൂഗിളിലടക്കം സെർച്ച് ചെയ്യുമ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു പഴയ എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊരു എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിരുന്നു. അങ്ങനെ എസ്റ്റേറ്റ് മാനേജറുടെ മകള് ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയും അതിനുശേഷം അവരുടെ ആത്മാവ് ഇവിടെ നിന്ന് ഭയപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തപ്പം കാണാൻ പറ്റിയത്. പക്ഷെ അത്തരം കാര്യം ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ചോദിച്ചപ്പം അവരത്തരത്തിലൊരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് എനിക്ക് ഒരു അപ്പൂപ്പൻ അന്ന് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നീട് ഞാൻ പിന്നെ അവരുടെ അടുത്ത് അത്തരം അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് മോശമാണെന്ന് കരുതി. എന്നിട്ട് ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. എനിക്ക് അത്തരത്തിൽ പേടി ഇല്ല എന്നല്ല, ശരിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതോടൊപ്പം പ്രധാനമായിട്ടും ഈ കടുവയെ കൊണ്ടെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെയും ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇടത്തെ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളേ ഉള്ളൂ. പിന്നെ ചില സ്ഥലത്ത് മാത്രം വലത്തെ സൈഡിൽ കുറച്ച് ഏരിയകൾ മാത്രമേ ഉള്ളൂ. ബാക്കി വലത്തെ സൈഡ് ബോർഡർ എന്ന് പറയുന്നത് ഈ അഗസ്ത്യവനത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായാൽ പോലും ഭയങ്കരമായിട്ടുള്ള അടവി കാടുകളാണ്. ഈ കടുവകളും അതുപോലെ പുലികളൊക്കെ അധിവസിക്കുന്ന അവരുടെയൊക്കെ ടെറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാടുകളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ എസ്റ്റേറ്റ് ആണെങ്കിലും ഇതിൻ്റെ കുറച്ച് മുമ്പിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ ബോണക്കാടിൻ്റെ ഭാഗത്തുള്ള ഈ എസ്റ്റേറ്റ് കഴിഞ്ഞാലുള്ള വനഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഉൾക്കാട്ടിലൂടെ, അതായത് തേയില എസ്റ്റേറ്റിനുള്ളിലൂടെ നമ്മൾ പോകുമ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ബോണക്കാട് GB ബംഗ്ലാവിൻ്റെ മുൻപിലേക്ക്. ശരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വന്ന ഈ ഒരു സമയത്ത് എനിക്കൊന്നും ആരെയും കാണാനില്ലെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഒരു ബംഗ്ലാവിൻ്റെ കവാടം എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബംഗ്ലാവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ ഒരു 1850കളിൽ ഇവിടെ താമസിച്ചിരുന്ന ആ ഒരു ബ്രിട്ടീഷുകാരുടെയാണ് ഈ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുമ്പം ഒരു ഭീതി പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം ഈ കാട്ടിനകത്താണ്, ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഫോറസ്റ്റുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ കടുവ, പുലി ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. ഇവിടെ പണ്ട് ഈ ഇവിടെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറുടെ മകള് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും അങ്ങനെ അവരുടെ ആത്മാവ് ഇവിടെ നിന്ന് ഭീതിപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് ഒരുപാട് കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സമയം 4:10 വൈകുന്നേരമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കഥകളും ഒരുപാട് ഭീതിപ്പെടുത്തുന്ന കഥകളൊക്കെ ബോണക്കാട് GB ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് സത്യമുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്നെ എന്തെങ്കിലും ഭീതിപ്പെടുത്തുമോ ഒന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ബംഗ്ലാവിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ എത്രയും ദൂരമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നതെന്നും ഇവിടെ ഒറ്റ മനുഷ്യനില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെ വലിയൊരു ഭീതി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബംഗ്ലാവിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് നേരെ താഴേക്ക് പോവാം. ഇവിടെ ഏറ്റവും ടോപ്പിലുള്ളത് ബോണക്കാട് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും. ടോപ്പ് സ്റ്റേഷനിലും അത്യാവശ്യം ആൾക്കാരുണ്ട്, അല്ലാതെ താഴേക്കും അത്യാവശ്യം ആൾക്കാരുണ്ട്. ഏകദേശം ഒരു 400 അടുപ്പിച്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ബോണക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുടേക്ക് എത്തിച്ചു തന്നതിന് ശേഷം നമുക്കിവിടെ നിന്ന് യാത്ര ചെയ്യാം. എന്തായാലും ഒരുപാട് സമയമൊന്നും ഇവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഒരു ഭീതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ഇതെൻ്റെ മൈൻഡിലുണ്ട്. എന്നാൽ ഇത്രയും ഉൾക്കാടുകളിലൂടെ ഞാനിങ്ങനെ ഇവിടെ എത്തിപ്പെടുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും ഞാനിവിടെ എത്തിപ്പെട്ടതെന്ന്. എന്നാൽ മനസ്സിന് അത്യാവശ്യം ധൈര്യവും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിതാ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ ഇത്ര മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത്. 1000 ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇതിനകത്തെല്ലാം തേയിലയുടെ തൈകളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് കമ്പനി പൂട്ടിപ്പോയത് കൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോൾ ആരും വെട്ടാനും ഒന്നിനും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ടേ.
വണ്ടി ഇതാ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ മുമ്പിൽ നല്ല നിരപ്പാർന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ആൾക്കാർ ആരെയും കാണാനില്ല, എല്ലാവരും എവിടെയൊക്കെയോ, അതായത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ മിക്ക ദിവസവും നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ താഴത്തെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് കയറ്റി വിടുന്നതും അപൂർവമായിട്ട് മാത്രമാണ് ആൾക്കാർ ഈ ഒരു ജീവിയിലേക്ക് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇതിനകത്തൊന്ന് കയറിയിട്ട് നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. താഴെതാ ഇങ്ങനെ കാണുന്നുണ്ട്, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. തൊട്ട് താഴേക്കാണ് തൊഴിലാളിയുടെ ലയങ്ങൾ, കുറേ ലയങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഈ കുന്നിൽ നിന്നൊക്കെ വരുന്ന വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി നിരവധി പൈപ്പ് ലൈനുകളും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സിറ്റിയും ഒക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്കിതാ പാണ്ടിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഈ മുൻപിൽ കാണുന്നത് അത് അങ്ങോട്ട് കാണുന്നത് പാണ്ടിപ്പത്താണ്. ഇതാ ഇങ്ങനെ ഒരുപാടധികം മലനിരകൾ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ഒന്നിൻ്റെയും പേരറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ ഞാനത് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഈ കാണുന്ന ഈ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത് അന്നത്തെ ഈ ഒരു എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഒരുപാട് വീഡിയോസ് നമുക്ക് ഈ ഒരു ബംഗ്ലാവിൻ്റെത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ ഒരു മദ്യക്കുപ്പി അല്ലെങ്കിൽ മദ്യശാല, ഈ വിസ്കിയും അതുപോലെ ബ്രാൻഡിയൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ വലിയൊരു കവാടമായിട്ട് ഈ ഒരു സ്ഥലം മാറിയിട്ടുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ കയറുമ്പം തന്നെ ഫ്രണ്ടിൽ ഇതാണ്ട ഈ തീൻ്റെ എന്തോ സെറ്റപ്പാണ് കേട്ടോ, ഇതാണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതായത് ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ കയറി പോവുകയാണ്. പശുക്കളൊക്കെ പ്രധാനമായിട്ടും ഇതിനകത്തൊക്കെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാ റൂമിലും നമുക്കൊന്ന് കയറി നോക്കാം. ഇത് കണ്ടോ, ഇത് എന്തോ തീയിടുന്നതിൻ്റെ എന്തോ സെറ്റപ്പൊക്കെയാണ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ പേരുകളും അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ദാണ്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ എന്തൊക്കെയോ ആരൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. വൈഷ്ണവ എന്തൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരുപാട് വർഷം ഇങ്ങനെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇടിഞ്ഞ് വീഴാറായൊക്കെ നിൽക്കുകയാണ്. കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള അന്നത്തെ ഈ അടുക്കളയാണ് കേട്ടോ, അവരുടെ ഇവിടെ താമസിച്ചിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുക്കളയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയൊരു ബംഗ്ലാവ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് തിരിച്ച് അകത്തേക്ക് കയറി കണ്ടോ, ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ കയറി എനിക്ക് തോന്നുന്നു ഇതിലെ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. സോറി, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല, അവിടെ അത്രയേ ഉള്ളൂ. നമ്മളിനി നേരെ തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ നിന്നും അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അവിടെ നിന്നും അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. തിരിച്ച് നമുക്ക് എന്തായാലും ഇതിലെ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിപ്പം പകൽ സമയമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇതിനകത്ത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ബാത്ത് ടപ്പ് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഇല്ലാതാക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം. പണ്ട് താമസിച്ചിരുന്ന ഒരു ആരുടെ ആയിരുന്നാലും നമ്മളത് സംരക്ഷിക്കപ്പെടുമ്പോൾ അത് ശരിക്കും ഒരുപാട് നമുക്ക് ഒരുപാട് വിസിറ്റിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ അതെല്ലാം നശിച്ച് കിടക്കുകയല്ല, നശിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറച്ചും കൂടി നശിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് പുറത്തോട്ട് കാണാനാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഭയം പോലെയാകും. ഇത് കണ്ട, ഇതൊരു ബാത്ത് ടബാണേ. കണ്ട, കക്കൂസും ടോയ്ലറ്റും ബാത്ത് ടബും അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ കുറച്ച് റൂമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3-4 റൂം, പിന്നെ ഹാൾ. എന്തായാലും നല്ലൊരു ഐഡിയയിലാണ് ഈ ഒരു ബംഗ്ലാവ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പശുവിൻ്റെ ചാണകവും ഒക്കെയാണ്. മുകളിലോട്ട് കണ്ട ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. എന്നാലും എന്തായിരുന്നാലും ഞാൻ തകരൂല. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ടോയ്ലറ്റ് എന്താണ്, ബാത്ത് ടബാണ് കേട്ടോ. അവിടെ നിന്ന് ജനലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കുളിക്കാനും അത്തരത്തിലുള്ളൊരു സൗകര്യം. ഇത് കണ്ടോ, ഇതിൻ്റെ മുമ്പിലെ കാഴ്ചയാണേ. ഇങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. എന്താ, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല ഈ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ട്രിവാൻഡ്രം സിറ്റിയും മലനിരകളും ഒക്കെ കാണാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് വന്നിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് ഇവിടെ താമസിച്ചിരുന്ന ആ ഒരു എസ്റ്റേറ്റിൻ്റെ മാനേജർ, അല്ലെങ്കിൽ ഈ ഒരു ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ മാനേജർ, അവർ താമസിച്ചിരുന്നൊരു ഇടമാണിതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ജനലുണ്ട്. അപ്പം
ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്തുനിന്ന് ഇനി തിരിച്ചിറങ്ങുകയാണ്. ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിങ്ങനെ തന്നെ ഒരുപാട് നാളിരുന്നെങ്കിൽ കാഴ്ചയ്ക്ക് വരുന്നവർക്കൊക്കെ നല്ലൊരു ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് തിരിച്ച് പോവാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ ഇടിച്ച് പൊളിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കുറേ പേരുണ്ടല്ലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന കുറച്ച് കൂടുതൽ ഈ വിളവെടി ടീംസൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ മുമ്പിലും ഇതിനകത്തെല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഈ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുക അല്ലെങ്കിൽ ഇതിനെല്ലാം ഞാൻ എതിരെന്ന് പറഞ്ഞാൽ ഞാൻ എതിര് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ വളരെ പരിമിതമായിട്ടുള്ള പ്രകൃതി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം ഓരോരുത്തരും വന്നിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ഓരോ നല്ല നല്ല കാഴ്ചകളും സൗന്ദര്യവും ഒക്കെ നമുക്ക് തരുന്നതാണ്. എന്നിരുന്നാലും കുറച്ച് മനുഷ്യർ അതിനെയൊക്കെ ഒന്ന് നശിപ്പിക്കുമ്പം ഒരു വിഷമമുണ്ട് കാണുന്നതിൽ. ഇപ്പോൾ ഞാൻ വലിയ കാലയിൽ നിന്നും യാത്ര ചെയ്ത് ബോണക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഗസ്ത്യരോടും ട്രക്കിങ്ങിന് ബോണക്കാട് വഴി പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അത് തൊട്ടാ താഴെയാണ് ബോണക്കാട് പിക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ ബോണക്കാട് GB ബംഗ്ലാവിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് കുറച്ചിലോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാവുന്നതാണ്. കാരണം താഴേക്കൊക്കെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവിടെ ഭയങ്കര ഒളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോസ് എടുത്തില്ല. പിന്നെ ഞാൻ തിരിച്ച് മുകളിലേക്കാണ് കേട്ടോ കയറി വന്ന് വീഡിയോസ് എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ബോണക്കാട് ടൗണിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് വലിയാണ്, കാരണം വലിയ വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങും വഴികളിൽ. അപ്പോൾ എനിക്കിവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടേ മതിയാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.